നമസ്കാരം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അറിയാം 15 കണ്ടസ്റ്റൻസ്, അതും വിദ്യാസമ്പന്നരായ 15 മലയാളി പെൺകുട്ടികൾ. അവർക്ക് ഒരുപാട് റൗണ്ടുകൾ. അവരിൽ നിന്നും ഏറ്റവും സ്ട്രോങ്കസ്റ്റ് വിമൻ ലീഡറെ തിരഞ്ഞെടുക്കുന്ന ഒരു ഷോ ആണിത്. സമൂഹത്തെ നയിക്കുന്ന വുമൺ ലീഡർ, അല്ലെങ്കിൽ സമൂഹത്തിനെ മൊത്തം നയിക്കുന്ന ഒരു ലീഡർ എന്നൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്ത്രീകളെ മാത്രം നയിക്കാവുന്ന ഒരു ലീഡർ എന്നല്ല ഞങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ആശയങ്ങൾ ഈ പരിപാടിയിൽ കൊണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നിങ്ങൾക്കും എനിക്കും അറിവിൻ്റെ ഒരു ഉറവിടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഞങ്ങളുടെ ജഡ്ജസിനെ പരിചയപ്പെടുത്താം. ആദ്യമായി ശ്രീമതി KR മീര, അഡ്വക്കേറ്റ് വാമനകുമാർ സർ, ബിനോയ് വിശ്വം സർ. ജഡ്ജസിനെ പരിചയപ്പെട്ടു. ഇനി എൻ്റെ 3 സുഹൃത്തുക്കളെ പരിചയപ്പെടാം. ആദ്യമായി മരിയത്ത്, രശ്മി, ജിജി. അങ്ങനെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഞാൻ സ്ത്രീ എന്ന ഈ പരിപാടി ഇവിടെ തുടങ്ങുകയാണ്. ആദ്യത്തെ സെഗ്മെൻറ്റിൽ നമ്മൾ കിടക്കുകയാണ്, ഹൃദയരാഗം. അപ്പോൾ ഇന്ന് കണ്ടസ്റ്റൻറ്റ് നമ്മുടെ രശ്മിയാണ്. രശ്മി, എന്താണ് ഇന്നത്തെ ഹൃദയരാഗത്തിലൂടെ ഞങ്ങൾ കേൾക്കാൻ പോകുന്നത്? ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം എന്ന് പറഞ്ഞ കവിതയാണ്. ഓക്കെ. അപ്പോൾ രശ്മിക്ക് ഇഷ്ടപ്പെട്ട കവിത എന്ന് പറയുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ സന്ദർശനം എന്ന കവിതയാണ്. ഈ കവിതയുടെ പാടാൻ വരുന്നത്, അല്ലെങ്കിൽ ആലപിക്കാൻ വരുന്നത്, നാടൻ പാട്ടുകളിലേക്ക് ഒരു ഉസ്താദായ ജയചന്ദ്രൻ കടമ്പനാടാണ്. അദ്ദേഹത്തിന് ക്ഷണിക്കാം. നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. ജനലിനപ്പുറം ജീവിതം പോലെ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നത്. ചിറകു കൂട്ടുവാൻ കൂട്ടിലേക്കോർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും. ചിറകു കൂട്ടുവാൻ കൂട്ടിലേക്കോർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും. ഒരു നിമിഷം മറന്നു പരസ്പരം, മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നു. ഒരു നിമിഷം മറന്നു പരസ്പരം, മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നു. മുറുകിയോ നെഞ്ചിടിപ്പിന്റെ താളവും, നിറയെ സംഗീതമുള്ള നിശ്വാസവും. മുറുകിയോ നെഞ്ചിടിപ്പിന്റെ താളവും, നിറയെ സംഗീതമുള്ള നിശ്വാസവും. പറയുവാനുണ്ട് ചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞു പോയെങ്കിലും, കറ പിടിച്ചൊരു തുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടു പോയെങ്കിലും, കറ പിടിച്ചൊരു ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടു പോയെങ്കിലും. ചിറകു നീർത്തുവാനാവാതെ തൊണ്ടയിൽ ഇടറുകയാണൊരേകാന്തരോദനം. ചിറകു നീർത്തുവാനാവാതെ തൊണ്ടയിൽ ഇടറുകയാണൊരേകാന്തരോദനം. സ്മരണതൻ ദൂരസാഗരം തേടിയൻ
ഹൃദയരേഖകൾ നീളുന്നു പിന്നെയും കനകമൈലാഞ്ചി നീരിൽ തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും കനകമൈലാഞ്ചി നീരിൽ തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും ചെറിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റന്റെ ചില്ലകൾ പൂത്തതും ചെറിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റന്റെ ചില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞുപോയി നിൻ കുങ്കുമ തരിപുരണ്ട ചിദംബരസന്ധ്യകൾ മറവിയിൽ മാഞ്ഞുപോയി നിൻ കുങ്കുമ തരിപുരണ്ട ചിദംബരസന്ധ്യകൾ മരണവേഗത്തിലോടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ മരണവേഗത്തിലോടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നഗരരാത്രികൾ സത്രച്ചുവരുകൾ മധുരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സത്രച്ചുവരുകൾ ചില നിമിഷത്തിലേകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ ചില നിമിഷത്തിലേകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങളിൽ ഇരുളിലപ്പോഴുദിക്കുന്നു നിൻമുഖം കരുണമാ ജനനാന്തര സന്ത്വനം ഇരുളിലപ്പോൾ ഉദിക്കുന്നു നിൻമുഖം കരുണമാ ജനനാന്തര സന്ത്വനം അരുതു ചൊല്ലുവാൻ നന്ദി അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിൻ അഴിമുഖം നമ്മൾ കാണാതിരിക്കുക സമയമാകുന്നു പോകുവാൻ രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ സമയമാകുന്നു പോകുവാൻ രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ പാടി ആ കവിത നമ്മളെ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ടൊരു കഴിവുണ്ടല്ലോ അത് നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് ദൈവം കനിഞ്ഞ് നൽകിയേക്കുന്നതാണ്. രശ്മിക്ക് എന്താ തോന്നിയ ഈ സമയത്ത്? സന്തോഷം തോന്നി. അതെന്തായാലും തോന്നും. പിന്നെ അടുത്തത് കേൾക്കട്ടെ, ഈ കവിതയോട് ഉള്ള ഇഷ്ടം എന്തുകൊണ്ടായിരുന്നു? ഈ കവിതയോട് നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാകുന്നത് എനിക്ക് തോന്നുന്നത് ആരെങ്കിലും കാത്ത് ഒരാൾക്കൂട്ടത്തിൽ തനിയെ ആവുമ്പോഴായിരിക്കും. എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഞാൻ യാത്ര ചെയ്യുമ്പോഴായാലും വീട്ടിലായാലും ഇങ്ങനെ ജനലഴികളിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അതിൻ്റെ ഓർമ്മകളുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് അങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുപോലെ ഒരു കവിതയാണിതും. അദ്ദേഹം ഒരു സന്ദർശകർക്കുള്ള ഒരു മുറിയിൽ ഇരിക്കുമ്പം പഴയൊരു കാമുകിയെ കാണുകയും ആ ഓർമ്മകളിൽ ഇങ്ങനെ ചിദംബര സ്മരണകൾ പറയുകയും ചെയ്യുന്നൊരു കവിതയാണ്. അതുകൊണ്ട് എനിക്കിത് നല്ല ഇഷ്ടമുള്ള ഒരു കവിതയാണ്. ഓക്കെ, ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ മറ്റുള്ള കവിതകൾ? പോകൂ പ്രിയപ്പെട്ട പക്ഷി, അതുപോലെ ആനന്ദധാര എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കവിതയാണ്.
ഓക്കെ, അവിടെ നിൽക്കാം. ഞാൻ ജഡ്ജസിന് വിടുകയാണ്. മീര മാഡം. ഒരുപക്ഷെ ഒരു കാലത്തെ ക്യാമ്പസുകളെ ഏറ്റവും അസ്വസ്ഥമാക്കിയ ശബ്ദവും വരികളും ആണ് ഈ കവിതയുടേത്. ചുള്ളിക്കാടെന്ന് പറയുന്നത് ഒരു വികാരമായി ഒരുപാട് ആളുകൾ കൊണ്ടു നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഈ കവിത ഈ പ്രായത്തിൽ ഇപ്പോൾ രശ്മി ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണല്ലേ ഈ കവിത എഴുതിയത്? 80-ൽ എഴുതിയ കവിതയാണ്. അതെ. ആ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ കാലത്തെ പ്രണയം ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ജനറേഷനിലെ പ്രണയം എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ 80-കളിലെയൊക്കെ ക്യാമ്പസുകളിലെ പ്രണയവും രാഷ്ട്രീയവും ഒക്കെ വായിച്ചറിയുന്ന ഒരറിവ് വെച്ച് നോക്കുമ്പം ഇന്നത്തെ ക്യാമ്പസിന് അതൊക്കെ നഷ്ടമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എന്താ പറയുക, മൊബൈലുകളിലൂടെയും അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേക്ക് വേണ്ടി മാത്രമുള്ള കുറേ പ്രണയങ്ങളാണ് ഇപ്പോഴുള്ള പ്രണയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീരെ നല്ല പ്രണയം ഇല്ല എന്നല്ല, പക്ഷേ അതിൻ്റെ യഥാർത്ഥ സ്വത്വം കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇപ്പം. ഏതായാലും രശ്മിക്ക് വേണ്ടി ശ്രീ ജയചന്ദ്രൻ കടമ്പനാട് അത് വളരെ ഉള്ളിൽ തട്ടി ആലപിച്ചു. അതിന് പ്രത്യേക നന്ദി. വാമനൻ സർ. രശ്മി, ഞാൻ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഈ കവിത വന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പയ്യന്നൂർ കോളേജിലായിരുന്നു ഡിഗ്രി പഠിച്ചത്. ആ സമയത്തൊക്കെ ഇദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയാണെന്ന് എൻ്റെ ധാരണ. അന്ന് കവിതാരചനയിൽ ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്നും സമ്മാനം നേടുകയും കോളേജിൻ്റെ ഫൈൻ ആർട്സ് ഡേക്ക് ബാലേന്ദ്രൻ ചുള്ളിക്കാടൻ എല്ലാവരും സ്വപ്നം വരാനായിട്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്. അപ്പം നമ്മൾ ശരിക്കും അന്ന് ചുള്ളിക്കാടിൻ്റെ കവിതകൾ എന്ന് പറഞ്ഞാൽ അതൊരു കടമ്പനിട്ട ചുള്ളിക്കാടിൻ്റെ കവിതകളൊക്കെ ആയിരുന്നു അന്ന് നമുക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ കേൾക്കുമ്പോൾ ഞാൻ സത്യത്തിൽ ഒരു 10-30 വർഷം പിന്നോട്ട് പോയി ആ കോളേജിലെ ആ ഒരു ക്യാമ്പസിലേക്ക് ഈ ജയേന്ദ്രൻ്റെ ആലാപന ശൈലിയോട് തിരിച്ചുണ്ടായി. ഞാൻ ചോദിച്ചോട്ടെ, രശ്മിയെ വളരെ വ്യത്യസ്തമായി ചിന്തിക്കുന്നൊരു കുട്ടിയാണ്. വളരെ ചിന്തയിൽ വളരെ ക്ലാരിറ്റി നൽകുന്നൊരു കുട്ടിയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ കവി സമൂഹത്തൊന്നും കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷേ ഇതുപോലെ ഭയങ്കരമായിട്ട് ഗൃഹാതുരത്വം ഉണ്ടാക്കുന്ന, ഇതുപോലെ നമ്മൾ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്ന കവിതകളൊന്നും ഇറങ്ങുന്നുണ്ടോ? അതോ ഞങ്ങളൊന്നും വായിക്കാത്തതുകൊണ്ടാണോ ഇറങ്ങുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ നല്ല പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ അദ്ദേഹം എഴുതിയാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് നമ്മളുടെ യുവാക്കളിൽ നിന്ന് ഇങ്ങനെ നല്ല കവിതകൾ, ഇങ്ങനെ 30 വർഷം കഴിഞ്ഞാലും വീണ്ടും കേൾക്കുന്ന ആഗ്രഹം കവിതകൾ ഇന്നത്തെ ഒരു ക്യാമ്പസിലോ അല്ലെങ്കിൽ കോളേജിലെ കുട്ടികളുടെ ഇടയിലോ ഉണ്ടാവുന്നില്ല? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് വല്ല റീസൺ ഉണ്ടോ? എഴുത്തുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് നമ്മളൊരിക്കലും ഇന്ന ഫ്രെയിമിൽ ഒതുങ്ങി നിൽക്കണം, എഴുത്തുകൾ അതുപോലെ ആവണം ഇതുപോലെ ആവണം നമുക്ക് പറയാൻ കഴിയില്ല. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാത്തിലും വരുന്നത് പോലെ എഴുത്തിലും വളരെയധികം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കവിതകൾ മോശമാണെന്നല്ല, പക്ഷേ ഇതുപോലെ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കവിതകൾ കുറവാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാടൊക്കെ എഴുതുന്ന പോലുള്ള കവിതകൾ ഇന്നത്തെ കാലത്ത് കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എഴുത്തിൻ്റെ ശൈലിയിൽ വന്ന മാറ്റമാവാം. ഇപ്പോൾ ഉള്ളത് ചെറിയ മോഡേൺ കവിതകൾ, ചെറിയ കവിതകൾ, 2 വാക്കിൽ ഒതുങ്ങുന്ന കവിതകളൊക്കെയാണ് ഇന്നത്തെ കവിതകൾ. വ്യത്യാസം വന്നിട്ടുണ്ട് വളരെ. ഏതായാലും ഈ ഒരു കവിത തിരഞ്ഞെടുത്തതിനും ഞങ്ങളൊക്കെ പഴയ ക്യാമ്പസ് ജീവിതത്തിലേക്ക് അല്പനേരമെങ്കിലും തിരിച്ചുകൊണ്ടതിനും രശ്മിക്ക് അഭിനന്ദനങ്ങൾ. ജനചന്ദ്രൻ്റെ ദൈവാനുഗ്രഹം നൽകിയ മനോഹരമായ ശബ്ദത്തിന് അതിലേറെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. സഖാവേ. ഞാൻ സാറിന് വിളിച്ചാൽ സാറിന് ഇഷ്ടമല്ല, അപ്പോൾ ഞാൻ സഖാവെ എന്ന് വിളിക്കാൻ തീരുമാനിച്ചു. സന്തോഷം. സഖാവെന്ന് തന്നെ വിളിക്കുക. അതെ, സഖാവ് തന്നെ വിളിക്കാം. അതെ, സാറെന്നല്ല വിളിക്കാത്തൊരു സാറിന് വേണ്ടാന്ന് ഒരു ആത്മാർത്ഥതയില്ല. അപ്പോൾ ഇത്ര എപ്പിസോഡ് ഞാൻ ആത്മാർത്ഥമില്ലാണ്ട് വിളിച്ചു എന്നാണോ സാർ പറഞ്ഞുകൊണ്ട് വരുന്നത്? മിക്കവാറും. അത് പോട്ടെ. പിന്നെ രശ്മി വളരെ ശരിയായിട്ടാണ് കാര്യങ്ങളെ കണ്ടത് എന്നെനിക്ക് തോന്നി. കവിതകളിലെ മാറ്റം, കാലത്തിൻ്റെ മാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നു കവിതയെ, ഇതെല്ലാം രശ്മി അങ്ങനെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഞാനും അതിനെ കാണുന്നത്. അതുകൊണ്ട് കേമാണെന്നല്ല, പക്ഷേ നമുക്ക് തമ്മിലൊരു വീക്ഷണ സാദൃശ്യമുണ്ട് ആ കാര്യത്തിൽ. പിന്നെ കവിതയിലൊരു വിതയുണ്ടെന്നൊരു പ്രസ്താവനയുണ്ടല്ലോ. കവിതയിൽ വിതയുണ്ടെന്ന് അത് അനുഭവപ്പെടും. ബാലചന്ദ്രൻ്റെ കവിത കേൾക്കുമ്പോഴും അതുപോലെയുള്ള ആ കാലത്തെ പല കവിതകൾക്കും ആ പ്രത്യേകത ഉണ്ടായിരുന്നു. കവിത വളരെ ഉപരിപ്ലവമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ശബ്ദഘോഷങ്ങളുടെ സംഗതിയോ അല്ലാതെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ചെന്നിട്ട് ഒരുതരം അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നതാണ് ശരിക്കും കവിത. ആ കവിതയാണ് ബാലചന്ദ്രൻ പരിചയപ്പെടുത്തിയത്. എൻ്റെ വിദ്യാർത്ഥി ജീവിതകാലത്തിൻ്റെ അവസാന ഭാഗത്താണ് ഈ കവിത ഉണ്ടായത്. അന്ന് മുതലുള്ള ചങ്ങാതിയാണ്. എന്നെക്കാളും ജൂനിയറാണ് ബാലചന്ദ്രൻ. പക്ഷേ ആ കാലത്ത് ഞങ്ങളെല്ലാവരും കേൾക്കാൻ കൊതിച്ച, വായിക്കാൻ കൊതിച്ച കവിതയാണ് ബാലചന്ദ്രൻ്റേത്. ഈ കവിത അന്ന് ഇവിടെ എല്ലാവരും പറഞ്ഞ മാതിരി നൊസ്റ്റാൾജിയയുടെ കവിതയാണിത്. ഒരുപാട് പേരുടെ മനസ്സിൽ ഈ കവിത എപ്പോൾ കേട്ടാലും അവരുടെ ക്യാമ്പസ് കാലം കടന്നു വരും. അന്നത്തെ ക്യാമ്പസിൻ്റെ എല്ലാ ചൂടും തണുപ്പും പ്രക്ഷുബ്ധാവസ്ഥകളും സംഘർഷങ്ങളും നന്മകളും അതെല്ലാം കൂടി ചേർന്നതാണ് അന്നത്തെ ക്യാമ്പസ്. പഴയതെല്ലാം നല്ലത്, പിന്നെ എല്ലാം ചീത്ത എന്നല്ല പറഞ്ഞു വരുന്നത്. നന്മകൾ അന്നും ഇന്നുമുണ്ട്. പക്ഷേ
ഇന്നത്തെ നന്മകൾക്കും അന്നത്തേനും തമ്മിൽ എന്തൊക്കെയോ ഒരു വ്യത്യാസമുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് മനസ്സിങ്ങനെ പറയുന്നു. എങ്കിലും വളരെ ഗംഭീരമായിട്ടാണ് ഈ കവിത ഇവിടെ ജയചന്ദ്രൻ പാടിയത്. ജയചന്ദ്രൻ വലിയ പാട്ടുകാരനാണ്. ഇങ്ങനെ ജനങ്ങളിലേക്ക് കവിത എത്തിക്കുന്ന കാര്യത്തിലൊരു സുഖമുള്ള മനസ്സാണ് ജയചന്ദ്രൻ്റെത്. ആ മുഖത്തൊക്കെ നോക്കിയപ്പോൾ പാട്ടിങ്ങനെ പാടാനും ജനങ്ങളെ പാടി കേൾപ്പിക്കാനും അതിലൂടെ ഒരു അനുഭൂതിയിലേക്ക് സ്വയം എത്താനുമുള്ള ഒരു വാസനയുണ്ട് ജയചന്ദ്രന്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കൂടിയാണ് കവിതയുണ്ടായത്. അപ്പോഴേ കവിതയ്ക്ക് ജീവനുണ്ടാകും. എന്തായാലും സന്തോഷം. രശ്മിക്ക് 2 കവിതകൾ ഇഷ്ടമെന്ന് പറഞ്ഞു ബാലേന്ദ്രൻ. ആനന്ദധാര. അതെ, ആനന്ദധാര. ഇത്രയും നല്ല ശബ്ദത്തിനുടമയായ താങ്കളിവിടെ നിൽക്കുമ്പോൾ ഒരു 4 വരി കവിതയും കൂടിയും പാടിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിന് ഇത്തിരി വിഷമാവും. ചൂടാതെ പോയി നീ, നിനക്കായി ഞാൻ ചൊര ചാറിച്ചുവപ്പിച്ചൊരൻ പനീർ പൂവുകൾ കാണാതെ പോയി. വിരൽ തുമ്പിനാൽ എന്നും നിനക്കായി തുടിക്കുമൻ തന്ത്രികൾ. കാണാതെ പോയി വിരൽ തുമ്പിനാൽ ഇന്നും നിനക്കായി തുടിക്കുമൻ തന്ത്രികൾ. അന്തമാം സംവത്സരങ്ങൾക്കുമക്കരെ അന്തമെഴാത്തതാമോർമകൾക്കക്കരെ കുങ്കുമം തൊട്ടുവരുന്ന ശരത്കാല സന്ധ്യയാണെന്നും എനിക്കു നീയോമനെ. അന്തമാം സംവത്സരങ്ങൾക്കുമക്കരെ അന്തമെഴാത്തതാമോർമകൾക്കക്കരെ കുങ്കുമം തൊട്ടുവരുന്ന ശരത്കാല സന്ധ്യയാണെന്നും എനിക്കു നീയോമനെ. ദുഃഖമാണെങ്കിലും നിന്നെ കുറിച്ചുള്ള ദുഃഖം എന്തൊരാനന്ദമാ എനിക്കു നീയോമനെ. ഇന്നെന്നുമൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്റെ അസാന്നിധ്യം പകരുന്ന വേദന. എന്നെന്നുമൻ പാനപാത്രം നിറയ്ക്കട്ടെ നിന്റെ സാന്നിധ്യം പകരുന്ന വേദന. ചൂടാതെ പോയി നീ, നിനക്കായി ഞാൻ എൻ്റെ പ്രാണനു പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ. അപ്പോൾ ഇപ്പോൾ മാർക്ക് എത്രയാണ് നമ്മുടെ രശ്മിക്ക്? 8.5 മാർക്ക് തരുന്നു. താങ്ക് യു.